ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ടു ഡേ ലൈഫിൽ വാസ്ലിൻ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു വിൻ്റർ സീസണിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണേ. മിക്ക വീടുകളിലും വാസ്ലിൻ ഉണ്ടെങ്കിലും നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു പ്രോഡക്റ്റാണിത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഏകദേശം ഒരു 10-23 ഉപയോഗങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. സൗന്ദര്യ സംരക്ഷണത്തിന് മുതൽ നമ്മുടെ കിച്ചണിലെ ശല്യക്കാരായിട്ടുള്ള പാറ്റ, പല്ലി, എറുമ്പിനെയൊക്കെ ഓടിക്കാനായിട്ട് ഈ ഒരു പെട്രോളിയം ജെല്ല് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് കയ്യിൽ കിടക്കുന്ന മോതിരം നമുക്ക് ഊരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്രോളിയത്തിൻ്റെ ജെല്ല് കയ്യിൽ ഇത് ഇങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഊരുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എത്ര ടൈറ്റ് ആയിട്ടുള്ള മോതിരമായാലും നമുക്ക് ഊരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് കയ്യിലേക്ക് ഇടാനും ഇതേ രീതിയിൽ കുറച്ച് പെട്രോളിയം ജെല്ല് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത്തെ ടിപ്പ്, വിൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ നല്ല പോലെ വരണ്ട് ഒരു ഡ്രൈനെസ് ഒക്കെ തോന്നാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് വാസലിൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രൈനെസ് മാറിക്കിട്ടും. മാത്രമല്ല നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. വിൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ചുണ്ട് വല്ലാണ്ട് വരണ്ടിട്ട് ഇതുപോലെ വിണ്ട് കയറുന്നത്. അതുപോലെ തന്നെ കുറേ നേരം AC-യിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതിന് നല്ലൊരു റെമഡിയാണ് കേട്ടോ വാസലിൻ. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ടൈറ്റ് ആയിട്ടുള്ള മോതിരം ഊരാൻ മാത്രമല്ല, നമ്മൾ കയ്യിലിട്ടിരിക്കുന്ന വളയൊക്കെ ഊരാനും ഇതുപോലെ വാസലിൻ കുറച്ച് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഊരാനും തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് ഇടാനും കഴിയും. നിറം മങ്ങി തുടങ്ങിയിട്ടുള്ള നമ്മുടെ ലെതറിൻ്റെ വാലറ്റ്, പേഴ്സ്, ബാഗൊക്കെ നമുക്ക് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനും വാസലിൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു കോട്ടണിൽ കുറച്ചെടുത്തതിന് ശേഷം ഒന്ന് ബാഗിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന വാച്ചിൻ്റെയൊക്കെ ലെതറുകൾ പൂപ്പൽ വരുന്നത് മാറ്റാനായിട്ട് നമുക്ക് വാസലിൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ വാച്ചിൻ്റെ ആ ഡയലിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ ക്രാച്ചസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനും നമുക്ക് വാസലിൻ കുറച്ച് കോട്ടണിലെടുത്തിട്ട് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത ലെതറിൻ്റെയൊക്കെ ബാഗുകൾ നിറം മങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ എടുത്തിട്ട് ഇതുപോലെ വാസലിൻ ഒരു കോട്ടണിലെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നല്ല തിളക്കത്തോടെ പുതുമയോടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബാഗുകളിലെ മെറ്റലിൻ്റെയൊക്കെ ഭാഗത്ത് തുരുമ്പ് വരാതിരിക്കാനും നമുക്ക് ഈ ഒരു വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നെയിൽ പോളിഷിൻ്റെയൊക്കെ ബോട്ടിലുകളെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ക്യാപ്പ് തുറക്കാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, നല്ല ടൈറ്റായിട്ട് ഇരിക്കും. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളിത് ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് വാസലിൻ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ എടുത്താലും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്യാപ്പ് തുറക്കാനായിട്ട് പറ്റും. നെയിൽ പോളിഷിൻ്റെ മാത്രമല്ല കേട്ടോ, ഗമ്മിൻ്റെയൊക്കെ ബോർഡിലും നമുക്ക് ഈ ഒരു ടിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ടിപ്പ്, വിൻ്ററൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ നഖത്തിൻ്റെ അറ്റമൊക്കെ വിണ്ട് കീറാറുണ്ടല്ലേ. അത് പൊതുവേ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാലും നമുക്ക് അത് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വാസലിൻ നമ്മുടെ നഖത്തിൻ്റെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് സ്കിന്നിലൊക്കെ ആകാതിരിക്കാനായിട്ട് നെയിൽ പോളിഷ് ഇടുന്നതിന് മുമ്പ് നെയിലിന് ചുറ്റും കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ നിറം മങ്ങിയിട്ടുള്ള ലെതറിൻ്റെയൊക്കെ ഷൂവ് എപ്പോഴും പോളിഷ് ചെയ്യുന്നതിന് പകരമായിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു കോട്ടണിൽ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ലെതറിൻ്റെ ഷൂസ് നമുക്ക് കുറച്ച് കൂടുതൽ കാലം ഉപയോഗിക്കാനും കഴിയും. ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. പിന്നെ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മൂക്ക് പിടിച്ചിട്ട് മൂക്കിന് ചുറ്റും ഒരു ഡ്രൈനെസ്സും ഇറിറ്റേഷനും ഒക്കെ വരാറുണ്ടല്ലോ, അത് മാറ്റാനായിട്ട് നമുക്ക് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാസലിൻ കൊണ്ടുള്ള അടുത്ത ഉപയോഗമാണ് നല്ല ടൈറ്റായിട്ട് നമുക്ക് തുറക്കാൻ പറ്റാത്ത ലോക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കീയുടെ ഭാഗത്ത് ഇതുപോലെ കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റും. നമ്മുടെ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും ജോയിൻസിൻ്റെയൊക്കെ ഭാഗത്തുള്ള കറുപ്പ് മാറ്റാനായിട്ട് നമുക്ക് ഡെയിലി വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ബെഡ് സോറ് മാറ്റാനായിട്ടും നമുക്ക് നല്ലതുപോലെ അവരുടെ ബോഡി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് വാസലിൻ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഉപ്പൂറ്റി വിണ്ട് കീറലിനും വാസലിൻ നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. നല്ലതുപോലെ കാല് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ സോക്സൊക്കെ ഇട്ടിട്ട് നൈറ്റിൽ ഉറങ്ങുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ കാലിൻ്റെ വിണ്ട് കീറൽ മാറിക്കിട്ടും.
പെർഫ്യൂമിൻ്റെ മണം കൂടുതൽ നേരം നിൽക്കാനായിട്ട് നമ്മുടെ കൈയുടെ ഭാഗത്തും അതുപോലെ തന്നെ ചെവിയുടെ പിറകിലുമൊക്കെ കുറച്ച് വാസലിൻ തേച്ചതിന് ശേഷം പെർഫ്യൂം ഒന്ന് അടിച്ചു നോക്കൂ. ഇനി നിങ്ങൾക്ക് ആ ഒരു ഫ്രാഗ്രൻസ് കുറേ അധികം നേരം നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നത് കാണാം. നമ്മൾ ഹെയർ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുമ്പം നെറ്റിയിലൊക്കെ ഇതുപോലെ ആകാതിരിക്കാനായിട്ട് ഡൈ ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് വാസലിൻ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ബാഗും ജീൻസും ഒക്കെ നമ്മൾ കുറച്ച് കാലം ഉപയോഗിക്കാണ്ടിരുന്നാൽ അതിൻ്റെ സിബൊക്കെ നല്ലപോലെ ടൈറ്റായിട്ട് പിന്നെ നമുക്കിത് ഇടാനും ഊരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വാസലിൻ കുറച്ച് ആ സിബിൻ്റെ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇടാനും തുറക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുതിയ ബാഗൊക്കെ വാങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര റഫായിട്ട് നമ്മുടെ സിബ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്താലും അത് ചീത്തയാവത്തില്ല. വാസലിൻ നമുക്ക് നല്ലൊരു മേക്കപ്പ് റിമൂവറായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മോളുടെയൊക്കെ ഡാൻസിൻ്റെ പ്രോഗ്രാം കഴിയുമ്പം ഞാൻ വാസലിൻ ഉപയോഗിച്ചിട്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്തെടുക്കുന്നത്. വണ്ടിയുടെ സ്റ്റിയറിങ്ങിൻ്റെയൊക്കെ ഗ്ലേസിങ് കൂട്ടാനായിട്ട് നമുക്കത് ഇതുപോലെ കുറച്ച് വാസലിൻ കോട്ടണിൽ എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിയറിങ്ങിലൊക്കെ വാസലിടുന്ന സമയത്ത് ഒരുപാട് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്നൊരു ലാപ്ടോപ്പ് ബാഗാണ് കേട്ടോ. തണുപ്പായപ്പോഴേക്കും അത് നല്ലതുപോലെ പൂത്തിട്ടുണ്ട്. ഇതിങ്ങനെയുള്ള ബാഗുകളുടെ പൂപ്പൽ മാറ്റാനായിട്ട് നമുക്ക് വാസലിൻ യൂസ് ചെയ്യാവുന്നതാണ്. വാസലിൻ കുറച്ച് കോട്ടണിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പൂപ്പലിൻ്റെ സ്മെല്ലും ആ ഒരു അഴുക്കുമൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി കാറ്റടിച്ച് പറന്നിട്ട് നല്ല പോലെ ഫ്രിസി ആവാറുണ്ടില്ലേ, അതൊന്ന് ഒതുക്കി വെക്കാനായിട്ട് നമുക്ക് വാസലിൻ ഉപയോഗിക്കാവുന്നതാണ്. വാസലിൻ കൊണ്ട് നമുക്ക് കിച്ചണിലും ഉപയോഗമുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്തിട്ട് കോട്ടൺ കൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ തുരുമ്പ് പിടിച്ചിട്ടുള്ള സ്റ്റാൻഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാസലിൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ ആ തുരുമ്പിൻ്റെ കറയും പോയി കിട്ടും. കുറച്ച് കാലം നമ്മൾ കമ്മൽ ഇടാണ്ടിരിക്കുമ്പം ആ ഒരു ഹോള് അടഞ്ഞു പോകാറുണ്ടല്ലേ. പിന്നെ നമ്മൾ കമ്മലിടുന്ന സമയത്ത് നല്ല വേദനയായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കമ്മലിടുന്നതിന് മുമ്പ് കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്ത് നോക്കും. കിച്ചണിലുള്ള എറുമ്പിൻ്റെയും പാറ്റയുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് ഇതുപോലൊരു ചെറിയ ബൗളിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വാസലിൻ ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് എറുമ്പിൻ്റെയൊക്കെ ശല്യം സ്ഥിരമായിട്ടുള്ള ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. പെട്ടെന്ന് തന്നെ എറുമ്പിൻ്റെ ശല്യമൊക്കെ പോയി കിട്ടും. തണുപ്പ് കാലത്തുള്ള മറ്റൊരു പ്രശ്നമാണ് ഡ്രൈ ഹെയർ, സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വാസലിൻ മുടിയിൽ തേച്ച് കൊടുക്കാം. സ്കൂട്ടിയൊക്കെ ഓടിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വൈകിട്ട് വരുമ്പോഴേക്കും മുടിയുടെ ഒരു അവസ്ഥ പരിതാപകരമായിരിക്കും. അപ്പം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇതുപോലെ കുറച്ച് വാസലിൻ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അപ്പം വാസലിൻ കൊണ്ട് ഞാൻ പൊതുവേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഈ വാസലിൻ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.